ഹരിയോ. ഒരു സാധകന് ചിന്തകളെ ഇല്ലാതാക്കാൻ സാധിക്കാത്തത് ശൂന്യമായ മനസ്സില്ലാത്തത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ധ്യാനാത്മക മനസ്സ് നേടാനാണ് പരിശ്രമിക്കുന്നത്, അല്ലേ? അപ്പോ മറ്റേ മനസ്സ് തന്നെയാണ് ഉള്ളത് ഇപ്പോഴും. അപ്പോൾ ചിന്തകൾ മനസ്സിനെ അങ്ങനെയുള്ള ഒരു മനസ്സിന് ചിന്തകൾ മനസ്സിനെ സൃഷ്ടിക്കുന്നു, മനസ്സ് അവയെ സ്വീകരിക്കുന്നു. ഒരു സാധകൻ അനുഭവിക്കുന്നത് അറിയുന്നത് മനസ്സുകൊണ്ടാണ്. അതായത് ചിന്തകളുടെ ആണ് ഗ്രഹിക്കുന്നത്, ചിന്തകൾ വഴിയാണ് ഗ്രഹിക്കുന്നത്. അപ്പോൾ അവന് തീർച്ചയായും ചിന്ത എന്താണ്, അവ എങ്ങനെ ഉത്ഭവിക്കുന്നു, ചിന്തിക്കുന്ന പ്രക്രിയ എന്താണ് എന്ന് ഉള്ളതിനെ കുറിച്ച് ഒരു അറിവ് വേണം. ഇപ്പോ നമ്മള് അതിന്റെ ഉത്ഭവവും മറ്റേതും ഒക്കെയാണ് അടുത്തത് പറയുന്നത്. ലൗകികം അല്ലെങ്കിൽ സ്പിരിച്വൽ അനുഭവങ്ങളുടെ ഓർമ്മകൾ ഒരു സാധകനെ ചിന്തിക്കുന്ന പ്രക്രിയയിലൂടെ ആശയങ്ങളും ധാരണകളും ഒക്കെ സൂക്ഷ്മ രൂപത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, കൺസെപ്ച്വലൈസേഷൻ. പുറത്തുള്ള കാര്യം ലൗകികതയില്. അപ്പൊ ഇന്ദ്രിയങ്ങൾ വഴി ിട്ട് അകത്തോട്ട് ആ മെസ്സേജസ് പോകുമ്പോൾ പിന്നെ മനോതലത്തിൽ ഒരു കൺസെപ്ച്വലൈസേഷൻ ഉണ്ടാവും. അതായത് ആശയങ്ങളും ധാരണകളും ഒക്കെ സൂക്ഷ്മ രൂപത്തിൽ ഉണ്ടാവും. ഇപ്പൊ ആത്മീയതയിലായാലും അത് തന്നെ. നമ്മൾ ഇൻവേർഡ് ആയി ഓപ്പൺ ചെയ്ത് നമ്മൾ ആ തരത്തിൽ നിൽക്കുമ്പം ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഓരോരോ അനുഭവങ്ങൾ ഓരോരോ ശിഷ്യന്മാർക്കുണ്ടാവുന്നത്, അതും എവിടെ ഫീഡ് ചെയ്യുന്ന അതേ മനസ്സിലായിരിക്കും ആ മെസ്സേജ് പോകുന്നത്. അപ്പൊ അതും ഇങ്ങനെ ആശയങ്ങളും ധാരണകളും സൂക്ഷ്മ രൂപത്തിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ രണ്ട് ലോകത്തിൽ നിന്നും നമുക്ക് സ്പിരിച്വൽ വേൾഡ് ആൻഡ് മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്ന് നമുക്കിങ്ങനെ കൺസെപ്ച്വലൈസേഷൻ ഉണ്ടായിട്ട് ആശയങ്ങളും ധാരണകളും പൊന്തി വരുന്നത്. അങ്ങനെയാണ് അതിന്റെ ഉത്ഭവസ്ഥാനം. അത് അപ്പൊ ഈ ചിന്തിക്കുന്ന പ്രക്രിയ ഇങ്ങനെയാണ്. അപ്പൊ ഇത് ആശയങ്ങൾ, ധാരണകൾ, വിശ്വാസം പിന്നെ പിന്നെ ചിന്തകൾ മനസ്സിൽ കിടക്കുന്നു. അപ്പൊ ചിന്തകളെ സ്വാധീനിക്കുന്ന അതിനനുസരിച്ച് ചിന്തിക്കും. ചിന്ത ഉണ്ടായി അത് അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ സൈക്കിൾ, അതായത് അനുഭവങ്ങൾ, ഓർമ്മകൾ, പിന്നെ ധാരണ, പിന്നെ വിശ്വാസം, ആശയങ്ങൾ ഉണ്ടാകും. ഈ പിന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ സൈക്കിൾ അല്ലെങ്കിൽ ചക്രത്തിൽ നടക്കുന്ന പിന്നെ നടുക്ക് ഒരു ആണി അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ആക്സൽ പോലെ ആണ് നിരീക്ഷകൻ. നിരീക്ഷകൻ കറങ്ങുന്ന ചക്രത്തെ, അതായത് ആ സൈക്കിൾ, ഫോർമേഷൻ ഓഫ് ഐഡിയാസ്, ആ ചക്രത്തെ തക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും, ചിന്താ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് കറങ്ങാതെ നിലകൊള്ളുന്നു. പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ചക്രത്തിൽ ഇൻവോൾവ് ആകുന്നില്ല നിരീക്ഷകൻ. എന്ന് പറഞ്ഞാൽ നിരീക്ഷണം ചെയ്യുമ്പോ പിന്നെ ചിന്തിക്കാതെ വേണം നിൽക്കാൻ. എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തിക്കാതെ നിൽക്കണമെങ്കിൽ പ്രസന്റിൽ ഈ നിമിഷത്തിൽ നിൽക്കണം. അപ്പോഴേ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അത് ആ സൈക്കിൾ ഫോർമേഷൻ ഓഫ് കോൺഷ്യസ്നസ് ഉണ്ടാവും, പക്ഷെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല പിന്നെ നിരീക്ഷകൻ, അതില് ഇൻവോൾവ് ആവുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫ് ഡീൽ ചെയ്തത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിലും ഒരു സാധകൻ തുടക്കത്തിൽ കൃത്യമായ ഉത്സാഹത്തോടെ നിരീക്ഷണം നടത്തും. ജാഗ്രതയിൽ നിന്ന് ഇല്ലെങ്കിൽ
എന്നിട്ട് സാധകന് മനസ്സിന്റെ അഹംബുദ്ധിയിലേക്ക് തിരിയും. അപ്പൊ പറയുന്നത് നിരീക്ഷണം നടത്തുമ്പോൾ സദാ ജാഗ്രത അവസ്ഥയിൽ പ്രസന്റ് നിൽക്കണം. അപ്പൊ അത് ആ തുടക്കത്തിലെ ഫേസില് അത് മനസ്സിലായി വരാതിരിക്കുന്ന അവസ്ഥയിൽ ആ ജാഗ്രത അവസ്ഥയിൽ നിന്നില്ലെങ്കിൽ സാധകൻ മനസ്സിന്റെ അഹംബുദ്ധിയിലേക്ക് തിരിയും. അത് എങ്ങനെയാണെന്ന് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പാരിസൺ എടുത്തു. നമ്മളൊരു പിന്നെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ആ ഹോസ്പിറ്റാലിറ്റി ഒക്കെ കണ്ട് സന്തോഷമായിട്ട് അവിടെ ഇരിക്കും. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വീട്ടിൽ പോകണം. അതുപോലെ ആ കമ്പാരിസൺ വെച്ച് ആണിത് പറയുന്നത്. അപ്പോ സാധകന് മനസ്സിന്റെ അഹംബുദ്ധിയിലേക്ക് തിരിയും. അവന് നിലനിൽക്കുന്നത് മനോതലത്തിലാണ് തുടക്കത്തില്. അപ്പോ മനസ്സിന്റെ ആശയങ്ങൾ, പിന്നെ വിശ്വാസങ്ങൾ, അതിലൊക്കെ ഒട്ടൽ ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ട് തിരിയുന്നത്. അത് സംഭവിക്കാതെ ചിന്തകളോട് ഒട്ടലില്ലാതെ ഇരിക്കണം. അപ്പോൾ നിരീക്ഷകൻ ആയി സ്ഥിരീകരിക്കാൻ ആണ് സാധനയും ഒരു റിയലൈസ്ഡ് ഗുരുവായുള്ള കണക്ഷൻ നിലനിർത്തേണ്ടതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ഥിരമായ നിരീക്ഷണത്തിൽ നിൽക്കാതെ മനസ്സുമായി വിധേയത്വം കാട്ടുമ്പോൾ യഥാർത്ഥ നിരീക്ഷണം നടക്കില്ല. അങ്ങനെ വരുമ്പോൾ മനസ്സ് പിന്നെ സാധനയിൽ പ്രോബ്ലംസ് സൃഷ്ടിക്കും. അതായത് ഇങ്ങനെ ഒരു തോന്നൽ വരും, മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നൊരു തോന്നൽ വന്നിട്ട് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് വൈഷമ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. പിന്നെ 3rd പാരഗ്രാഫില് പിന്നെ പറയുന്നത് സാധകന് മനോതലത്ത് ആണെങ്കിലും ഇത് മനസ്സിലാക്കി പ്രസന്റ് ശ്രദ്ധയോടെ നിരീക്ഷണം തുടർച്ചയായി ചെയ്താൽ അഹംബുദ്ധിയുടെ പ്രവർത്തനം ഉപേക്ഷിച്ചാൽ മാത്രം സത്തയെ പറ്റും. കാലാതീതവും അറിയുവാൻ സാധ്യമല്ലാത്തതും, അത് മനോതലത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല. നാശമില്ലാത്തതും ശാശ്വതം ആയ സത്ത ഒന്നേ ഉള്ളൂ. ആ സത്യം ഒന്നേ ഉള്ളൂ. അതിലേക്ക് പോകാൻ ഒരു സാധകൻ ഇത്ര ഇവോൾവ് ആയിട്ട് അങ്ങോട്ട് പോയാലും അവന്റെ പരിശ്രമം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് ശുദ്ധീകരിച്ച അടുത്തോട്ട് വരികയുള്ളൂ. അത് ശുദ്ധീകരിച്ച ഉള്ളിലോട്ട് വരുന്നതാണ്. നമ്മൾ ഇനി പിന്നെ ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് ഗുരുജി പറയുന്നത്, അതെനിക്കൊരു 3-ാം പണി പോലെ തോന്നുന്നു. നമ്മൾ ഭക്തിയുടെ വഴിക്കാ കാണുന്നത്, പക്ഷെ സ്നേഹത്തിന്റെ വഴി കാണുന്നില്ല. സ്നേഹത്തിന്റെ വഴി കണ്ടെത്താൻ ഉള്ളതല്ല. സ്നേഹത്തിന്റെ വഴി കണ്ടെത്താൻ, ബുദ്ധി വഴി കണ്ടെത്താനുള്ളതല്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ബോധം ആയിട്ട് മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ പിന്നെ അതായത് അത് വേണം, തീർച്ചയായിട്ടും വേണം. ബോധം നമ്മൾ പ്രകാശിക്കണമെങ്കിൽ ശുദ്ധ അന്ധകരണം ആയിരിക്കണം. അപ്പോഴേ അത് പിന്നെ മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത കണ്ണാടി പോലെ ഇരിക്കുമ്പോഴേ ഉള്ളൂ അത് പ്രകാശിക്കും. അപ്പൊ അങ്ങനെ ഒരു അത് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. അപ്പൊ അവിടെ പിന്നെ ശുദ്ധീകരണം നടന്നാൽ അത് പ്രകാശിക്കും, പൂർണ്ണമായിട്ട് പ്രകാശിക്കും. അതായിട്ട് മാറും, ആ മനസ്സ് അതായിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുമ്പോ ഗുരുജിയോട് നമ്മൾ ചോദിക്കേണ്ടതാണ്. ഞാൻ എപ്പോഴും അത് വിചാരിക്കരുത്, ആ സ്റ്റേജ് എത്തിയാൽ മാത്രമാണോ നമുക്ക് യഥാർത്ഥത്തിൽ ആ വിശ്വ പ്രേമം, ഡിവൈൻ ലവ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കാര്യം ചോദിക്കേണ്ടതാണ്. കാരണം അതിനകത്ത് എല്ലാം ഉണ്ട്. പറയുന്നത് പോലെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞു എന്തൊക്കെയാണ്
അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്നിട്ട് അതുകൊണ്ട് ഈ 3-ാം മണിയില് എനിക്ക് 2 ഡൗട്ട് വരുന്നുണ്ട്. അതായത് സത്ത് പ്രകാശിച്ചാലേ ദിവ്യപ്രേമവും അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരു ചോദ്യം ഇവിടെ, നമ്മള് ആത്മാനുസന്ധാനമാണല്ലോ ഈ സത്ത നമ്മളിൽ വരുന്നത്, ആത്മാവിനെ സെർച്ച് ചെയ്ത് എത്തുന്നത്. അതുപോലെ ബ്രഹ്മാനുസന്ധാനം, ബ്രഹ്മത്തിൽ എത്തണമെങ്കിലും ഈ പ്രകാശം ചുരിഞ്ഞ ശേഷമേ അതും പറ്റുകയുള്ളൂ. ഈ 2 കാര്യം, ദിവ്യപ്രേമവും ബ്രഹ്മാനുസന്ധാനം രണ്ടും അപ്പോഴേ നടക്കുകയുള്ളൂ എന്നൊരു ചോദ്യം ഇങ്ങനെ വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ ഡിസ്കഷൻ ഗുരുപാദങ്ങൾ അർപ്പിച്ച് നിർത്തും. ഹരി ഓം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞ ആ ചിന്തകളെ ശൂന്യമാക്കുക, നിരീക്ഷണം, ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പം ശരിക്കും നമ്മളൊരു ആദ്യം ഒരു എക്സാമ്പിൾ പോലെ നമ്മൾ പറഞ്ഞു തുടങ്ങാം. അതായത് നമ്മളൊരു കമ്പ്യൂട്ടറിനെ എടുക്കുക. അപ്പം അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം ആ സോഫ്റ്റ്വെയർ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, സോഫ്റ്റ്വെയറിനെ, അല്ലേ? അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നു. എന്നാൽ അതിനെ ആ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ട്. ആളുണ്ടെങ്കിലേ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുകയുള്ളൂ. ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളെ ആ സോഫ്റ്റ്വെയർ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, ആ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. അതായത് മനസ്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കുറേ ഇൻപുട്സ് ഉണ്ട് ഓൾറെഡി, ഒരു യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ചുകൂട്ടി വെച്ചിരിക്കുകയാണ്, അടക്കി ഓരോ ഫയൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ്, ആ സോഫ്റ്റ്വെയറിൻ്റെ കൺട്രോളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. സാധകനാവുന്ന ആ കമ്പ്യൂട്ടർ നിൽക്കുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ കൺട്രോളിലാണ്. എന്നാൽ മുകളിൽ ഒരാൾ കൺട്രോൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നും പോയി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് മനസ്സിനോട് ഒട്ടി നിൽക്കുകയാണ്. മനസ്സിൻ്റെ വാസനകളും അതിൻ്റെ ഗുണങ്ങളുടെ വ്യത്യാസം അനുസരിച്ചുള്ള കൺസ്ട്രക്ഷനിൽ ഇപ്പം നമ്മൾ നിൽക്കുകയാണ്, ഒട്ടലിൽ നിൽക്കുന്നു. അപ്പം സാധനയിലൂടെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ, അതായത് ഒരു ആൻറ്റിവൈറസ് നമ്മൾ അവിടെ ഇടും. ആൻറ്റിവൈറസ് എന്ന് പറയുന്നത് നമുക്ക് ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന വിവേക ബുദ്ധിയാണ്. ആ വേഗമാകുന്ന ആൻറ്റിവൈറസ് ഇട്ട് നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്ത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പം ആ വിവേക ബുദ്ധി നിലനിർത്തി നിരീക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? മനസ്സിന്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പം അതാണ് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി ആ നിരീക്ഷണം നമ്മൾ സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും നമ്മൾ മനസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ നിരീക്ഷണത്തിലൂടെ മനസ്സിന്റെ പിടി വിട്ട് നമ്മൾ ഒരു ലെവലിൽ എത്തണം എന്നുള്ളത് നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത്. അപ്പോഴും എന്ത് പറ്റും? അവിടെ മനസ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നുണ്ട്. ആ ഭാവന വരുന്നു, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു, ആ ലക്ഷ്യത്തിൽ എത്തണമെന്ന് ചിന്തിക്കുന്നു, നമ്മൾ അങ്ങനെ യാത്ര പോകുന്നു. അപ്പം ആ യാത്ര കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ മനസ്സിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന എല്ലാം പൊങ്ങി വരുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലോട്ട് വീണ്ടും ആ വാസനകളുടെ ആ ഒരു ആധിക്യം കാരണം ഒട്ടൽ വീണ്ടും വരും. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. നമ്മൾ ഒരു തടസ്സം അവിടെ ഫീൽ ചെയ്യും. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പോഴാകെ ആ സാധകൻ അസ്വസ്ഥനാകുമ്പോൾ അവിടെ നമുക്ക് എന്താണ്, ഒരു നിസ്സഹായാവസ്ഥ വരും. ആ നിസ്സഹായ അവസ്ഥ വരുമ്പോഴാണ് ഒരു ഗുരുവിൻ്റെ ഹെൽപ്പ് അവിടെ നമുക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെ നമ്മൾ ബുദ്ധിയും ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കാം, നമ്മളിപ്പം കയറി വരുന്നുണ്ട്, നമ്മൾ മനസ്സിനെ അതിജീവിക്കാൻ നമുക്ക് കഴിവ് കിട്ടിയെന്നെല്ലാം ചിന്തിക്കും. പക്ഷേ ഒരു നിസ്സഹായ അവസ്ഥ വരും ഒരു സാധകൻ. അപ്പോൾ അവൻ ഗുരുവിൻ്റെ കാല് പിടിക്കും. പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കാല് പിടിക്കും.
അപ്പൊ ആ ഗുരുവിന്റെ കൃപ അവിടെ ലഭിക്കുമ്പോൾ, ആ ശുദ്ധബോധത്തിന്റെ കൃപ ലഭിക്കുമ്പോൾ മാത്രമാണ് പിന്നെ അതിനെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഒരു സാധകന്. അപ്പം ശരിക്കും മനസ്സിൽ നിലനിൽക്കുമ്പോൾ സാധകന് ഞാൻ ബന്ധനസ്ഥനാണ് എന്നുള്ളത് ഉറപ്പാണ്. മനസ്സിന്റെ പിടിവിട്ടാൽ സ്വതന്ത്രനാവുമെന്നും അറിയാം. അപ്പൊ സ്വാതന്ത്ര്യം എന്നുള്ളൊരു സാധകന്റെ ഒരു ലക്ഷ്യം, ഒരു ആഗ്രഹമാണ് ആ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ ഭാവനയാൽ കാണുമ്പോഴത്തേക്ക് മനസ്സിൽ പറ്റി പിടിച്ച് നിൽക്കും. അപ്പം നിരീക്ഷണത്തിലൂടെ മനസ്സിൽ ഇതെല്ലാം ഈ മനസ്സിന്റെ കളിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ വിവേകബുദ്ധി അവനിൽ വർക്ക് ചെയ്താൽ അതിന് ഈ മനസ്സിന്റെ ഈ കളിയെല്ലാം അവന് തിരിച്ചറിയാൻ പറ്റും. ഇത് മനസ്സാണോ എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്, എന്റെ ഉയർന്ന ചിന്ത എന്ന് പറയുന്നത് മനസ്സാണോ, അതോ ശരിക്കുള്ള വിവേക ബുദ്ധിയാണോ അവിടെ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതെന്ന് നമുക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും. അവിടെ ആ നിരീക്ഷകൻ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ മനസ്സിന്റെ പിടി വരും, നമ്മൾ കറക്റ്റായിട്ടുള്ള റൂട്ടാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കും മനസ്സ്. അവന്റെ അഹം അതിനെ പൂർണ്ണമായിട്ടും ആ യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അത് ആ നിരീക്ഷകൻ കറക്റ്റായിട്ട് വരുമ്പോൾ എന്ത് പറ്റും, അവനിൽ ഈ തിരിച്ചറിവ് ഉണ്ടാവും. അഹം മാറുമ്പോൾ അവന് ആ കറക്റ്റായിട്ടുള്ള അറിവ് കിട്ടും. അപ്പം പിന്നെ അവസാനം പറയുന്നത് എന്താണ്, ബോധം എന്താണ്, അഹം മാറുമ്പോൾ പൂർണ്ണമായിട്ട് മാറുമ്പോൾ ബോധം അവനിൽ വർക്ക് ചെയ്യും. അപ്പം ബോധത്തിന്റെ അണ്ടറിലാണ് എന്തെല്ലാം നിൽക്കുന്നത്, അഹവും മനസ്സും ഇതെല്ലാം നിൽക്കുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുന്ന ഒരാളുണ്ട്, അയാളുടെ അണ്ടറിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നുള്ള ബോധം വരും. എല്ലാം നിലനിൽക്കുന്ന അതിലാണ്, ബോധത്തിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ബുദ്ധി ആയിക്കോട്ടെ മനസ്സായിക്കോട്ടെ, ഇതെല്ലാം അതിന്റെ അണ്ടറിലാണ് എന്നുള്ള ബോധ്യമാവും അല്ലേ. അപ്പോ ശരിക്കും അവിടെ നമുക്ക് ഗുരു ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ, അതായത് ആ ശുദ്ധ ബോധവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും, അവിടെ എന്തെല്ലാമാണോ സത്യത്തെ മറയ്ക്കുന്നത് അതെല്ലാം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴാണ് ആ ബോധത്തിന്റെ അനുഭവം നമ്മളിൽ വരികയും ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബോധവുമായിട്ട് മാറുകയും ചെയ്യുന്നു. ഹരിയും ഹരിയും ഹരിയും. നമ്മള് ബുദ്ധി മനസ്സുകൊണ്ട് മനസ്സിനെ നിരീക്ഷിക്കുമ്പോ അവിടെ ഒരു ഹയർ ഇന്റലിജൻസ് വെച്ച് നമ്മൾ ഒരു കാര്യം നിരീക്ഷിക്കുമ്പോ, നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ നിരീക്ഷിക്കുമ്പോ നമ്മുടെ ഒരു അഹം അതായത് ഈഗോ ആയിരിക്കും അവിടെ പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ആ ഈഗോ പ്രവർത്തിക്കുമ്പോ അത് നമ്മുടെ ഒരു നോളജ് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു അഹം. പക്ഷെ നമ്മള് ജാഗ്രത അവസ്ഥയിൽ കോൺഷ്യസ് ആയിട്ട് നിൽക്കുമ്പം നമ്മുടെ പിന്നെ നന്നായിട്ട് നമ്മള് ആ ഒരു ചിന്ത നമ്മളിങ്ങനെ ഡ്രസ് ചെയ്ത് പോകുമ്പോ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന അവസ്ഥയില് ആ ഒരു യൂണിവേഴ്സൽ ലവ്, അതായത് നമ്മൾ ഈ സാധന ചെയ്ത് ഒക്കെ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് നല്ലൊരു ആ ഒരു സത്തയുടെ ബീങ്ങിന്റെ അവസ്ഥ വരുമ്പോ നമ്മളുടെ ഒരു പ്രേമഭാവം നമ്മളിൽ ജനറേറ്റ് ചെയ്യും. നമ്മൾക്ക് ആ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആ പാരഗ്രാഫ്, അതായത് സ്നേഹത്തിന്റെ പറയുന്ന ആ ഒരു നിതാന്തമായിട്ടുള്ള ഒരു പ്രേമത്തിന്റെ വഴി ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ ഹയർ ഇന്റലിജൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അനുഭവത്തിൽ വരേണ്ട ഒരു ഭാവമാണെന്നുള്ളത് അത് തോന്നുന്നു. അറിയോ ഈ ഇന്നത്തെ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു വെച്ചു. അതിൽ ചില സംശയങ്ങൾ മാത്രമാണ് എനിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ആ നിരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും സാധകൻ മനസ്സിന്റെ പിടിയിൽപ്പെട്ട് പുറകോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ആ സാധകനൊരു പക്വത, അതായത് പക്വത എന്ന് പറയുമ്പോൾ ആ സാധന ചെയ്ത് സാധകന്റെ പക്വത എന്ന് പറയുന്നത് വിവേക ബുദ്ധി ആയിരിക്കുമല്ലോ അല്ലെ. പക്വത വന്ന സാധകൻ മനസ്സിന്റെ ഈ പ്രവർത്തനത്തെ
തടഞ്ഞുകൊണ്ട് നിരീക്ഷണം തുടർന്ന് മുന്നോട്ട് പോകുന്നു. പക്വത എന്നുള്ളത് ആ വിവേകബുദ്ധി ആയിരിക്കുമല്ലോ അല്ലേ? വിവേക ബുദ്ധിയും പിന്നെ മറ്റെന്താ ബുദ്ധി വെച്ചാൽ പറയുന്ന വിവേക ബുദ്ധി തത്വം ഒരു കാര്യം പറഞ്ഞു. ബോധവികാസം ആ ആ, ബോധവികാസം ഉണ്ടാവണം. ആവുന്നു. എന്ന് പറഞ്ഞാൽ നമ്മള് ബോധം എന്ന് പറയുന്ന അശുദ്ധ ബോധം സത്ത. അതെ. പക്ഷെ എന്തായാലും നമ്മൾ സാധകരില് അങ്ങനെ വരുന്നില്ല. കാരണം മനസ്സുണ്ട്. ഇപ്പൊ അതെ. മനസ്സ് ഇപ്പൊ ആത്മീയതയിലായാലും വിദ്യാഭാരിയിൽ വന്നാൽ ഏതാണ്ട് കാരണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അപ്പോഴും മനസ്സുണ്ട്, പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ മനസ്സുള്ളപ്പം പ്രതിഫലിക്കുന്ന പിന്നെ കോൺഷ്യസ്നെസ് ആയിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവാത്മാക്കൾ പോലെ. അതെ. അപ്പൊ പക്ഷെ ആ ജീവാത്മാവില് ഗുരുച്ച പറഞ്ഞിട്ടുണ്ട് പണ്ട്, അത് ശുദ്ധീകരിച്ച് വരണമെങ്കിൽ അതിനകത്തെ എന്താണ് വാസനകളുടെ വാസനാക്ഷയവും പിന്നെ അഹംബോധവും ഒക്കെ നിരീക്ഷണം വഴി. അപ്പൊ നിരീക്ഷണം ഞാൻ പറഞ്ഞില്ല, നമ്മളെല്ലാം എത്ര തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നിരീക്ഷകൻ എന്താ. ഇപ്പൊ പക്ഷെ നമുക്ക് കിട്ടി. ഗുരുയെ ആ ടോക്ക് തന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം പ്രസന്റിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ, പ്രസന്റിൽ നിന്ന് ചെയ്യുമ്പം പാസ്റ്റിലോട്ട് പോകുന്നില്ല, ഫ്യൂച്ചറിലോട്ട് പോകുന്നില്ല, പ്രസന്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആ കോൺഷ്യസ്നെസിന്റെ. അപ്പൊ ആ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഗുരുജി പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഗുരുജിയുടെ ഏതോ ഒരു ഡിസ്കഷനിൽ ഒരു ടേം വന്നായിരുന്നു, ഫങ്ഷണൽ കോൺഷ്യസ്നെസ്. അപ്പൊ ഞാൻ ചോദിച്ചു ഗുരുജി ഇത് എന്താണ് ഈ ഫങ്ഷണൽ കോൺഷ്യസ്നെസ്? വെറും കോൺഷ്യസ്നെസ് അല്ലല്ലോ, ബോധം മാത്രല്ലല്ലോ, ഏതാണ്ടോ. അപ്പൊ ഗുരുജി പറഞ്ഞു, എങ്ങനാണോ ഈ സൂര്യന് ഉദിച്ചു നിൽക്കുമ്പം, സൂര്യൻ ഒന്നേ ഉള്ളൂ, സദാ ഒരേ ഒരു ആസ് ബ്രൈറ്റ് ആസ് പോസിബിൾ അത് ഷൈൻ ചെയ്യും, അതില് വ്യത്യാസമൊന്നുമില്ല, അത് ഫുള്ളി വേരിയന്റ് ആണ്. പക്ഷെ ഭൂമിയിലും മറ്റേ ഗ്രഹങ്ങളിൽ നിൽക്കുന്നവർക്ക് ഈ സൂര്യന്റെയും ഈ പിന്നെ ഗ്രഹത്തിന്റെ ഇടയ്ക്ക് മേഘങ്ങൾ വന്നാൽ അത് ശരിക്കും കാണാൻ പറ്റുമല്ലോ. അപ്പോ ആ വ്യൂവറിനാണ് എന്താ ഉള്ളത്, ഫങ്ഷണൽ സണ്ണാണെന്ന്. സണ്ണ് ചിലപ്പോൾ നന്നായിട്ട് പ്രകാശിക്കും, ചിലപ്പോൾ പ്രകാശിക്കത്തില്ല. ആ ഒരു രീതിയിൽ ഒരു വ്യാഖ്യാനം അങ്ങ് വരും. അപ്പൊ ബുദ്ധി കൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ യാഥാർത്ഥ്യം അനുഭവിച്ചറിയണമെങ്കിൽ അറിയാലോ എന്താണെന്ന്. അപ്പൊ അതുപോലെ സത്ത ഒരർത്ഥപ്പം, സത്ത നമ്മൾ അറിയാത്തപ്പം ഈ സത്ത മലിനീകരണം ഉള്ളത് കൊണ്ട് ഈ അന്ധകരണത്തിൽ ഇത് ഇങ്ങോട്ട് ശരിക്കും പ്രകാശിക്കത്തില്ല. അതായത് അന്ധകരണം ഒരു ക്ലിയർ ക്രിസ്റ്റൽ പോലെയല്ല, ഇതിനെ എങ്ങോട്ട് കടത്തിവിടാൻ. മലിനീകരണം ഉള്ളത് കൊണ്ട് അതിനെ അങ്ങ് സ്കാറ്റർ ചെയ്ത് വേറെ ഡയറക്ഷനിൽ വിടും, കടത്തിവിടത്തില്ല. അപ്പൊ ക്ലാരിറ്റിയും മറ്റേതും സൈലൻസും, ഈ ബോധത്തിനുള്ള സൈലൻസും പിന്നെ മൈൻഡിനുള്ള സൈലൻസും ഇന്റലിജൻസിനുള്ള ക്ലാരിറ്റിയും ചിത്രത്തിനകത്തെ എംറ്റിയും ന്യൂ ഫയൽസ് ഉണ്ടെങ്കിലും അതും ഇല്ലാതെ വരുന്നതും ആവാം. പിന്നെ അതിന് മുമ്പേ അഹംബോധം പോണം. ഇതെല്ലാം പോയാൽ ബാലുജി പറഞ്ഞ പോലെ എല്ലാം പൊഴിഞ്ഞു പോകുന്ന ആ അവസ്ഥ കഴിയുമ്പോഴേ ഉള്ളൂ നമ്മൾ. അപ്പോ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന അവസ്ഥയ്ക്കാണ് ഫങ്ഷണൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഗുരുജി പറഞ്ഞ ബോധവികാസം. അപ്പൊ പല സ്റ്റേജസിലാണ് ശിഷ്യം മരണിക്കുന്നത് ആ ബോധവികാസം. അപ്പൊ ആ വികസിക്കുന്ന ബോധത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് നിരീക്ഷകൻ മറ്റേത് ചെയ്യേണ്ടത്. പക്ഷെ അപ്പൊ അവൻ ചെയ്യും, അത് വരണമെങ്കിൽ ആ ബോധതലത്തിൽ നിന്ന് സത്തയെ കുറിച്ച് കേട്ടറിഞ്ഞെങ്കിലും അത് എങ്ങനാണെന്ന് ആ ഒരു അവനെ വെച്ചിട്ടായിരിക്കും സാധകർ മുന്നോട്ട് പോകുന്നത്. മനസ്സിന്റെ അംശം ഉണ്ട് അവിടെ, എങ്കിലും അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ രീതിയിൽ ആ തലത്തിലാണ് സാക്ഷികർ നടത്തേണ്ടത് ആയിരിക്കും ആണ്. അങ്ങനെ ഉണ്ടൊരു കാര്യം കുറിച്ച് അന്ന് അതിപ്പോഴാണ് വ്യക്തമാകുന്നത്. പണ്ട് നമുക്കതറിയില്ലായിരുന്നു. പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അത് ചെയ്യണ്ടേന്ന് കുറ്റി പറഞ്ഞു തന്നു നമ്മളോട്. പ്രസന്റിൽ നിന്നാ മതിയെന്ന്.
പക്ഷെ അതുണ്ട്. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞ പോലെ നമ്മൾ മൈൻഡ് കൊണ്ടല്ല ചെയ്യുന്നത്. അപ്പൊ ഈ അതെ. കാര്യങ്ങളൊക്കെ പണ്ട് ചോദിച്ച ഡൗട്ട്സ് ആണ്. അപ്പൊ അത് വെച്ചാണ് ഞാൻ പറഞ്ഞത് അതായിരിക്കാം എന്ന് പറയുന്നത്. ആ തരത്തിൽ ഓൺലി നമ്മുടെ സാധാരണ ഇന്റലക്ട് പറ്റത്തില്ല. സാധാരണ ഇന്റലിജൻസും കൊണ്ട് പറ്റുകയേ ഇല്ല. അത് ശരിക്കും നടക്കണമെങ്കിൽ ആ ബോധവികാസം അത് ഉണ്ടായിട്ട് ആ എന്താ പറഞ്ഞ അഹംബുദ്ധി അല്ല, വിവേക ബുദ്ധി അല്ലെങ്കിൽ ആ ബോധവികാസം, ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ആ തലത്തിലാണ് ഞാൻ. ഗുരുജിയുടെ ഒന്നുകൂടെ കൺഫേം ചെയ്താൽ മതി. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഗുരുജിയുടെ ഒന്ന് കൺഫേം ചെയ്യണം. പിന്നെ ബാലുജി പറഞ്ഞത് ആ എക്സാമ്പിൾ, കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ പറഞ്ഞത് ഒരു ആന്റിവൈറസ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നതും ഏതാണ്ട് ഇത് തന്നെയല്ലേ വരുന്നത് അല്ലേ? അതെ ജി, അതെ ജി, അല്ലെ? അത് തന്നെയാണ്. ആന്റിവൈറസ് എന്നുള്ള ആ ഒരു കമ്പാരിസൺ, ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. അതെ അതെ അതായത് ക്ലീനിങ്, ക്ലൻസിങ് അല്ലേ? അതെ. ആ ചിത്രത്തിന്റെ അതെ. അപ്പൊ അങ്ങനെ ബാലുജി, എന്താ ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പൊ ആ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ആള് ബോധം, സത്ത എന്ന് പറയാം അല്ലേ? അതെ. അപ്പോ ഈ പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അതിന്റെ ഹാർഡ്വെയർ അല്ല. ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എനിക്കൊരു ഡൗട്ട് വന്നായിരുന്നു. ഞാൻ ഈ ടോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് അത് കമ്പയർ ചെയ്യാൻ നോക്കിയപ്പോ എനിക്കൊരു ഡൗട്ട് വന്നിട്ട് ഞാൻ നിർത്തി, അത് എടുത്തില്ല. പക്ഷെ എനിക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ അത് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ അതിനകത്ത് പിന്നെ ആ കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചർ, അതായത് സ്ഥൂല ഫോം, അത് പിന്നെ നമ്മുടെ ബ്രെയിൻ ഒന്ന് എടുക്കാൻ പറ്റുമോ? ബ്രെയിൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ അപ്പൊ പിന്നെ അതിനകത്ത് ഈ മനസ്സെന്ന് പറയുന്നത് പല പല ചുരുക്കമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സ് നിങ്ങളുടെ മൈൻഡിൽ മാത്രമല്ല, ഇവൻ ഇന്റലിജൻസ് ഇതെല്ലാ സെല്ലിനും ഉള്ളതല്ലേ. ഓരോ ആറ്റംസിനും അതെന്താ ചെയ്യണ്ടേ, അതിനകത്തെ മൈറ്റോകോൺട്രിയക്ക് അറിയാം എനർജി ഉൽപ്പാദിക്കണം, അതിന്റെ ന്യൂക്ലിയസിന് അറിയാം പിന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ എങ്ങനെ പോകണം എന്നും മറ്റേ കാര്യം പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ. അതിനുണ്ടല്ലോ ഒരു ഇന്റലിജൻസ്. അപ്പൊ അതിനുണ്ടൊരു മൈൻഡ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മള് സ്പിരിറ്റായിട്ട് പോകുമ്പം ബോഡി ക്ഷയിച്ച് കഴിയുമ്പോൾ സ്പിരിറ്റായിട്ട് പോകുമ്പോ ആ ഹ്യൂമൻ ഫോമിൽ അല്ലേ ആ വെള്ള കാണുന്നത്. അപ്പൊ അതായിരിക്കും അവരങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ശരി, അപ്പൊ അങ്ങനാണെങ്കിൽ മനസ്സ് നമുക്ക് ഒരു ഈ കമ്പ്യൂട്ടറിനകത്തെ പിന്നെ ഒരു ചിപ്സ് ഉണ്ടല്ലോ, ചിപ്സും റാമും റോമും അതൊക്കെ ഉണ്ടല്ലോ. ഫുൾ ഹാർഡ്വെയർ തന്നെ എടുക്കുമോ? ഫുൾ ഹാർഡ്വെയർ നമ്മുടെ ശരീരം ഫുള്ളായിട്ട് അതിനെ കമ്പ്യൂട്ടർ തന്നെ എടുക്കും. അപ്പൊ പിന്നെ നമ്മുടെ ഈ മൈൻഡ് എന്ന് പറയുന്നത് അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചില ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറില് റാം, പിന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അതിലോട്ടും വരും റോം. റാം എന്ന് പറയുന്നത് അത് നമുക്ക് ഇറേസ് ചെയ്ത് കൂടുതൽ ഇത് കേറുമ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറേസ് ആയി പോകും. റോം മറ്റേ ഹാർഡ് ഡിസ്ക് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. എന്നിട്ട് പിന്നെ അതിന്ന് റാമും റോമും മൈൻഡായിട്ട് എടുത്താൽ പിന്നെ അതിന്നുണ്ടാകുന്ന സോഫ്റ്റ്വെയർ ആയി ചിന്തകളും വേവ്സും അല്ലേ? അതെ. ചിപ്പിന്റെ എന്താണ് ഇങ്ങനെ കമ്പയർ ചെയ്ത് ഇതിനെ കുറിച്ച് എനിക്ക് ഡൗട്ട് വന്നു. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്ത് സാധാരണ മനുഷ്യർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കമ്പയർ പറഞ്ഞാൽ നല്ലതായിരിക്കും അത് നോക്കാം. ശരിക്കും ആലോചിച്ച് കാരണം നമുക്ക് അൾട്ടിമേറ്റ്ലി മെന്റൽ വേസ്റ്റ് വരുമ്പം നമ്മുടെ ഈ സോഫ്റ്റ്വെയറിൽ അത് ഈ നമുക്ക് വേണമെങ്കിൽ ഈ ബൈനറി ആ സിഗ്നൽസിനെയൊക്കെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈനറി ഡിജിറ്റ്സ് അങ്ങനെയൊക്കെ വരുന്നതിന് നമുക്ക് ആ ഒരു
വേവ്സ് ആയിട്ട് ചിന്തിക്കാം. കാരണം നമ്മൾ ഒരു കീ സ്ട്രോക്ക് ചെയ്യുമ്പം അത് നേരെ വേറൊരു ഫോമിലോട്ടല്ലേ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അതെ അതെ അതെ, വേറെ ഒരു പിന്നെ ലാംഗ്വേജ് പോലെ. അതെ. പക്ഷെ അതിന്റെ ഇൻപുട്ട് അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് നമുക്ക് തിരിച്ചു തരുകയും ചെയ്യും സ്ക്രീനിൽ. അതെ. മെഷീൻ ലാംഗ്വേജ് പല ലാംഗ്വേജിലോട്ട് അത് പോവല്ലേ. താങ്ക് യു. ആ, താങ്ക് യു. താങ്ക്സ്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹരിയോ, എന്താ ഡൗട്ട് ചോദിച്ചോട്ടെ? ഹരിയും ജി. നിരീക്ഷകൻ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം നിരീക്ഷകൻ ശരിയാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ? അല്ല, ഇതൊന്നും തലയെടുക്കില്ല നിരീക്ഷകൻ. അങ്ങനെ എഴുതി പറയാൻ ചിന്തിക്കാൻ പാടില്ല, നിരീക്ഷകൻ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ നിരീക്ഷകൻ വിറ്റ്നസിങ് അല്ലേ, വിറ്റ്നസറായിട്ട് അതെ അതെ. വിറ്റ്നസറാണ്. പറയുന്നുണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കി, ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഒരു മൗനി ബാബയായിട്ട് ഇരിക്കുന്നതാണോ നിരീക്ഷകൻ? അല്ല, അങ്ങനെ പറയാൻ മൗനി ബാബയെന്ന് കാരണം വെച്ചാല് ഇതിന് മ്യൂസിക് പലപ്പോഴും പറഞ്ഞു when the mind chatters, when the mind speaks to you, you have to speak back, you have to respond. അപ്പം നമ്മള് ഇപ്പം ഇതില് നമ്മള് അർത്ഥവാസം പറയും that is a way of where the intelligence is almost in connection with the ultimate, but think of a stage where you have not reached that, but you are somewhere in between. In those stages, is it not necessary for you to speak? You have to respond to the mind. Mind says that you have to do this. Then you have to respond to that. But who responds to that? അതാണ് നമ്മൾ നേരത്തെ ഒരു ശൂന്യം ഇതിൽ പറഞ്ഞില്ലേ, വൃത്തത്തിലെ ശൂന്യതയിൽ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ എല്ലാവരും ആ ധ്യാനാത്മക മനസ്സിലാണ് നിൽക്കുന്നത്. അതിനും അപ്പുറം ഒരു ഉപാധിയും ഇല്ലാതെ എല്ലാത്തിനെയും കാണുന്നതാണ് യഥാർത്ഥ നിരീക്ഷകൻ. ഇപ്പം നമ്മളെല്ലാം ഉപാധി വച്ചിട്ട് കാണുന്നതാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിന് ആൻസർ കൊടുത്ത് തന്നെ പോകും. അപ്പൊ അവിടെ മനസ്സുണ്ട്, എന്നാൽ അവിടെ വിവേക ബുദ്ധിയും നമ്മുടെ ബോധവികാസവും ഇതെല്ലാം വച്ചിട്ടാണ് നമ്മൾ അതിന് ആൻസർ കൊടുത്ത് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ ധ്യാനാത്മക മനസ്സിൽ നിന്നുകൊണ്ടുള്ള നിരീക്ഷകനാണ്, യഥാർത്ഥ നിരീക്ഷകനല്ല. യഥാർത്ഥ നിരീക്ഷകൻ ഇതിനെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അവിടെ ഒന്നും ഉപാധി ഇല്ലാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ ആദ്യത്തെ പാരഗ്രാഫ് രണ്ടിലുണ്ട്. അതിന്റെ അർത്ഥം ചിന്തിക്കാതെ വേണം നിരീക്ഷണം നടത്തേണ്ടത്. അതായത് പ്രത്യേകിച്ച് നിന്ന് ചെയ്യുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പ്രസന്റിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ്? അത് സ്ഥായിയായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റും? ഇങ്ങനെ ചാലഞ്ചിങ് ആക്കാൻ ചുറ്റുമുള്ള ആ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ to be rooted to what you are doing, ചെയ്യുന്നത് 100% സിൻസിയറിറ്റിയിൽ അതിൽ മുഴുകി ചെയ്ത് കത്തുന്നത് പോലെ എടുക്കാതെ അങ്ങനെ ചെയ്യുന്നത് ചാലഞ്ചാണ്. അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു എത്ര പ്രയാസമായിരിക്കും. ആ മനസ്സ് കയറി വരില്ലേ ചില കാര്യങ്ങൾ നമ്മൾ ചുറ്റിനും കാണുക. അതെ അതെ. അപ്പൊ കുറച്ചുകൂടെ നമ്മള് അതായിരിക്കും ഈ പണ്ട് ഈ പിന്നെ മണിമാരൊക്കെ ഗുഹയ്ക്ക് അകത്ത് പോയിട്ട് അവിടെ എല്ലാം ചെയ്യുന്നത്. റീസണായി ചെയ്തു പോകുന്നത്. പക്ഷെ ഇത് ചാലഞ്ചിങ് ആണെങ്കിലും അത് നേരിടാൻ പിന്നെ അവർക്ക് അച്ചീവ് ചെയ്യാൻ വലിയ കാര്യമായി. അതായത് ആത്മനിക്കാൻ ബോധവികാസത്തിൽ നിൽക്കാൻ മറ്റേ ചെയ്യാനും ഒക്കെ ചാലഞ്ചാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. ആ വർക്കില് ആ നിമിഷം തുടർച്ചയായിട്ട് അതിലിരിക്കുന്നു. അത് വളരെ ജാഗ്രത ഉണ്ടായിരിക്കണം. ഡെയിലി ജാഗ്രത അവസ്ഥയിൽ നമ്മൾ നിൽക്കണം. അത് ചാലഞ്ചിങ് ആണ് ശരിക്കും.
ഹരിയോമ്മ. അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. തെറ്റില്ല അല്ലേ? ഇങ്ങോട്ടും പോകും അങ്ങോട്ട് പോകുന്നു. ഇത് ഇപ്പൊ ഗുരുജി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നോണ്ടല്ല നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ അവൻ? ഇല്ലല്ലോ. ഇവര് ശരിക്കും ഇതൊക്കെ എന്താ എന്റെ സ്വാമി എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നിരീക്ഷകനെ എനിക്ക് മനസ്സിലാവും. ഇപ്പം നിരീക്ഷകൻ ഇപ്പൊ ഒരു ഗുരുജി ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞു എന്ന് പറയട്ടെ. അപ്പൊ ഗുരുജി ഇപ്പൊ പറഞ്ഞത് ഇപ്പം കയറിനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കയറ് പാമ്പല്ല എന്ന് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ അതായത് നിരീക്ഷണത്തിന്റെ കാര്യം നിരീക്ഷകനുണ്ടോ, നിരീക്ഷകൻ കാണുന്നുണ്ടോ കാണുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് പറഞ്ഞാണ്. അപ്പൊ അലേർട്ടായിരിക്കണം. കയറ് പാമ്പല്ല. ശരി. സെക്കൻഡ് നിൽക്കുന്ന അതാണ്. നല്ല ബോധത്തോട് നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അങ്ങനെ നോക്കിയത്. അതിനെ നമ്മള് അങ്ങനെ ചിന്തിക്കുമ്പോഴേ അത് ഏത് നിമിഷം വേണോ നമ്മൾ അത് പാമ്പായിട്ട് മാറാം. നമ്മുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. ഗിരിധർജി എന്തോ ചോദിക്കാമെന്ന് തോന്നുന്നു. അത് ഇതാണ് ഈ ഗായത്രി മാം ചോദിച്ചല്ലോ, അതായത് ആ പ്രസന്റിൽ നിൽക്കാനാവും. അത് ഈ നമ്മളെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അതാണോ? നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പോലെ മനോപൂർണത എന്ന് പറയുന്നത് ഈ പ്രസന്റില് നൗവില്. ഗുരുജിയുടെ ആക്റ്റീവ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ഉണ്ടല്ലോ. അതെ, അതാണോ പ്രസന്റിൽ നിൽക്കുന്നത്? ഗുരുജി പറഞ്ഞ അബുദ്ധ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു 3D 5Dയിൽ നിന്നാ ചെയ്യുന്നത്, ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. അപ്പൊ ടൈം ഇല്ല, മറ്റേതില്ല. അപ്പൊ ആ എങ്ങോട്ട് പോകുന്നു? ആ ധ്യാനാത്മക മനസ്സിലോട്ട് പോകുന്ന ആ ഇതില്ല. അപ്പൊ മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിച്ചതാണ് നമ്മള് ബാലുജി പറയും. സാധന ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇത് പോകും. പക്ഷേ സാധനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം, അതായത് നമുക്കിപ്പോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്ന ഈ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. സാധന ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. അല്ലാത്ത സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഈ നൗവില് നിൽക്കുന്നത് എന്ന് പറയുന്നത് ആ മൈൻഡ്ഫുൾനെസ് ആണോ എന്നാണ്. അതായത് ഇപ്പം മാത്രമല്ല മറ്റേ പിന്നെ കയറാണ് എന്നുള്ള കാര്യം ആ ജോലിയിൽ അതുപോലെ ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നമ്മള് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മള് ചിന്തിക്കുമല്ലോ. അപ്പൊ അത് ചിന്തിക്കുമ്പോൾ നമ്മൾ പലതും ചിന്തിച്ചുകൊണ്ടാണ് അതിലോട്ട് പോകാൻ ശ്രമിക്കുന്നത്, അല്ലെ? ഇങ്ങനെ വരണം, അങ്ങനെ ചെയ്യണം. പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ നിമിഷത്തിൽ ഇപ്പൊ എന്താണോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, മറ്റത് പലതും ചെയ്തുകൊണ്ടാണ് നമ്മൾ മറ്റേലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പം അതല്ലാതെ ഇപ്പോഴെന്താണോ അതിൽ നിന്നുകൊണ്ട് ഒരു കാര്യം മാത്രം ചെയ്യുമ്പോൾ അതാണ് പ്രസന്നം. അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ താക്കോൽ എവിടെ വെച്ചു എന്ന് നമ്മൾ ഒരിക്കലും മറക്കൂല. ചെയ്താൽ ഇങ്ങനെ അതായത് നമ്മൾ എന്താ പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു എന്തെങ്കിലും ഒരു ഉപാധി കൊടുക്കാതെ ജസ്റ്റ് ഈ വിധം and don't let your mind stray to the past or the future. അത് വേണം, അതിൽ തന്നെ മുഴുകിയിരിക്കണം. മനസ്സെന്ന് പറഞ്ഞു അങ്ങനെ പ്രാക്ടീസ് ചെയ്യണ്ട. അങ്ങനെ അതായത് നമ്മളെ ഈ നിരീക്ഷണത്തിന് പല ഘട്ടങ്ങൾ വന്നു. അത് കഴിഞ്ഞ് മനസ്സിന്റെ സ്വാധീനത്തിൽ പെടാതിരിക്കാൻ ആ നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കണം. അത് നിത്യസാധന കൊണ്ട് പിന്നെ ഗുരുവിന്റെ സമ്പർക്കവും അവിടെ ആവശ്യമായിരുന്നു. അപ്പോ അത്
എന്താണ് ആ ഗുരുവിന്റെ സമ്പർക്കം മീൻസ് ഇപ്പൊ നമ്മള് മെഡിറ്റേഷൻ സെന്ററിൽ ധ്യാന ശിബിരം നടക്കുന്നത് ഗുരുജിയുടെ ഗൈഡൻസിലൂടെയാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ബോധം ലയനം സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം അവിടെ ബാലിജിയും അമ്മയും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ പിന്നെ നമ്മളെ മെഡിറ്റേഷൻ സെന്ററിലുള്ള ധ്യാന ശിബിരത്തിന് വരാൻ പറ്റാത്തവരെ അവർക്കിപ്പോ ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുകയില്ല എന്നല്ലായിരുന്നു മനസ്സിലാക്കേണ്ടത്. അയ്യോ വേണ്ട, അങ്ങനെ ചിന്തിക്കല്ലേ ഗുരുതരൻജി. ഗുരുജി അത് വേറെ കണ്ടുപിടിക്കും. അങ്ങനെ പറയല്ലേ. പറയും ഗുരുവിന്റെ സമ്പർക്കം അവിടെ ആവശ്യമായി വരുന്നു. അതല്ല അവിടെ ശരിയാണ്. ഇവിടെ ഒരു ബോധമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്വയം മനനം ചെയ്തുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യല്ലേ. അപ്പൊ എന്ത് പറ്റും, ആ ഗുരുവിന്റെ ഫിസിക്കൽ പ്രസൻസ് അവിടെ വേണ്ടി വരില്ല. ആ ഒരു കണക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിച്ചാല് ഇപ്പൊ എവിടെ നിന്നാലും ഈ കണക്ഷൻ ഉണ്ടല്ലോ. ഗുരു എന്ന് പറയുന്നത് മീറ്റ് മീ ധ്യാന സെന്ററിൽ മാത്രം നിൽക്കുന്ന ഒരു രൂപത്തിലുള്ള അല്ലല്ലോ, ബോധമല്ലേ. അപ്പം ബോധം സർവ്വതാ എവിടെയും നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ ആ കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ പ്രോസസ്സിലൂടെ എല്ലാം ചെയ്യുന്നത്. അത് നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ നിമിഷവും. ഡെയിലി പോസ്റ്റിങ്സ് ആ വഴി കിട്ടുന്നില്ലേ. പറയുമ്പോ നമ്മൾ പറയുന്നതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അതിന് റെക്ടിഫിക്കേഷൻ ഗുരുജി നടത്തും. അതാ പിന്നെ നമ്മൾ കേട്ടിട്ട് നമുക്കത് മനസ്സിലാവുന്നത്. അത് അങ്ങനെ സംഭവിക്കും. നമുക്ക് ചിലപ്പം നമുക്കൊന്നും എല്ലാം ഒന്നും അറിയില്ല. അപ്പൊ അപ്പൊ അത് വരുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു റെക്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഗുരുജി അത് അടുത്ത ദിവസത്തെ മെസ്സേജിലോ വല്ലതും അത് ഇടും. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. അപ്പൊ ഞാൻ പറയും, ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ലക്കിയാണ്. ഇതുപോലെ ഒരു ക്ലാരിറ്റി ഞങ്ങളുടെ കണ്ണിൽ കിട്ടിയപ്പോ ഇപ്പൊ എന്തൊരു ആശ്വാസം. ഡയറക്റ്റ് ആയിട്ടാണ് ഇപ്പം പുതുതായിട്ട് വരുന്നവർക്ക് എല്ലാം കിട്ടുന്നത്. കൊടുക്കുന്നത് പ്രാക്ടിക്കലായിട്ട് എക്സ്പീരിയൻസ് കിട്ടുക.